പെട്രോളിയത്തിന് GST അന്ന് പറഞ്ഞല്ലോ 5% ആക്കിയിരിക്കുന്നത്. പക്ഷേ മിൽമ അടക്കമുള്ള വിൽപ്പനക്കാരും വില കുറച്ചത് രേഖയിൽ മാത്രമാണ്. നേരിട്ട് വാങ്ങാൻ ചെന്നാൽ നമ്മളുടെ കയ്യിൽ ആ വിലക്കുറവ് അത് അറിയാനേ പറ്റുകയില്ല. കച്ചവടക്കാരുടെ കാര്യമെടുത്താൽ തന്നെ ലോട്ടറിയുടെ GST നിരക്ക് കൂട്ടിയതോടെ സംസ്ഥാന സർക്കാർ ആനുകൂല്യം വെട്ടിക്കുറച്ച് കച്ചവടക്കാരെയും ചൂഷണം ചെയ്യുകയാണ്. ഇതിലൊക്കെ ഇരകളാകുന്നത് ആരാണ്? പാവങ്ങൾ തന്നെയാണ്. GST നിരക്ക് പരിഷ്കരണത്തെ കേന്ദ്ര സർക്കാർ സമ്പാദ്യോത്സവമായാണ് പ്രഖ്യാപിച്ചത്. ലോട്ടറിയുടെ GST 28%. സെപ്റ്റംബർ 22 മുതൽ ലോട്ടറി GST 40% വർദ്ധിപ്പിച്ചു. മറ്റേതൊരു ഉൽപ്പന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നികുതിയുടെ ഭാരം പേറുന്നത് ലോട്ടറി എടുക്കുന്നവരല്ല, ലോട്ടറി വിൽക്കുന്ന ഇതുപോലുള്ള കച്ചവടക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുമാനം എത്തിക്കുന്നവരാണ്. അഭ്യസ്ത വിദ്യർ തൊഴിലില്ലാതെ അലഞ്ഞ കാലത്താണ് കാഴ്ചശക്തിയില്ലാത്ത ബിരുദധാരിയായ തിരുവനന്തപുരത്തെ ഷാജി ലോട്ടറി കച്ചവടത്തിനിറങ്ങിയത്. ക്യാൻസർ രോഗികളുടെ കൂട്ടിരിപ്പുകാരും അവരെ കൊണ്ടുവരുന്നവരുമെല്ലാമാണ് ടിക്കറ്റ് എടുത്ത് ഷാജിയുടെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുന്നത്. ലോട്ടറിയുടെ GST 28% നിന്ന് കേന്ദ്ര സർക്കാർ 40% സംസ്ഥാന സർക്കാർ ഷാജിയെപ്പോലുള്ള പാവങ്ങളുടെ വയറ്റത്തടിച്ചു. പൂർണ്ണമായിട്ടും എനിക്ക് കാഴ്ചയില്ല. ഞാൻ ഈ ലോട്ടറി ബിസിനസ്സിലേക്ക് വന്നത് ടെലിഫോൺ ബൂത്ത് അതിൻ്റെ വരുമാനം നിന്നതുകൊണ്ടൊക്കെയാണ് ഈ ലോട്ടറി ബിസിനസ്സിലേക്ക് വന്നത്. GST വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് സെപ്റ്റംബർ 22 മുമ്പ് 100 ടിക്കറ്റ് വിറ്റാൽ 856 രൂപ വരെ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് 740 രൂപ ലഭിക്കുകയുള്ളൂ 100 ടിക്കറ്റ് വിറ്റാൽ. 156 രൂപയുടെ കുറവ് ഒരു ദിവസം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു 30 ദിവസം വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം 4600 രൂപയുടെ കുറവ് നമുക്കുണ്ടാവും. ഇവിടെ കച്ചവടക്കാരെയാണ് അത് ബാധിച്ചത്. എടുക്കുന്നവർക്ക് അത് പിന്നെ സ്ഥിരമായിട്ടുള്ള ആ ഒരു വില തന്നെയാണ്. എഴുതിക്കൂട്ടിയുള്ളൊരു ജീവിതമാണ് നമ്മുടേത്. ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചു, ഞങ്ങളുടെ ആഹാരത്തെ ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഈ 22-ാം തീയതിക്ക് ശേഷം പ്രൈസിൻ്റെ എണ്ണം കുറച്ച്. അപ്പോൾ ജനങ്ങൾക്ക് ഇതിനോടൊരു വെറുപ്പാണ്. ചിലർ തെരുവ് നായ്ക്ക് തുല്യമായിട്ടാണ് നമ്മളെ കാണുന്നത്. രണ്ടുപേരും കൂടെ ജോലി ചെയ്യുന്നതാണ് ഈ 1000 രൂപ എന്ന് പറയുന്നത്. നമുക്ക് 5000 അടിക്കുവാണെങ്കിൽ 600 നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 450 രൂപയുള്ളൂ. കാഴ്ചശക്തിയില്ലാത്ത ഷാജി ലോട്ടറി വിൽപ്പനയിൽ അനുഭവിക്കുന്ന ദുരവസ്ഥ പൊതുജനാരോഗ്യ പ്രവർത്തകനായ ഡോക്ടർ പ്രശാന്ത് RCCയുടെ മുന്നിൽ നിന്ന് എന്നും കാണുന്നയാളാണ്. ഇവരുടെ നിന്ന് ടിക്കറ്റ് എടുക്കാറുണ്ടോ? പിന്നെ സ്ഥിരം എടുക്കാറുണ്ട്. പൊതു ചൂതാട്ടം പോലെ അല്ലല്ലോ ലോട്ടറി എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത് കാരുണ്യൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കാരണം അതുകൊണ്ടാണ് കുറേ ചികിത്സാ സഹായം കിട്ടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഏജൻസിനുള്ള വരുമാനത്തിൽ കയറി ആരും കൈവയ്ക്കരുത്. ഇവരുടെ ദാരുണാവസ്ഥ മനസ്സിലാക്കി നമ്മളിവരെ ഒന്നും കൂടുതൽ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ബുദ്ധിമുട്ടിക്കരുത്. GST നിരക്കുകൾ കുറച്ചതുകൊണ്ടാണല്ലോ സമ്പാദ്യോത്സവം എന്ന വിശേഷണം. ലോട്ടറി വിൽക്കാനായി അലഞ്ഞു നടക്കുന്ന ഷാജിയെപ്പോലുള്ളവർ ഒരു കുപ്പി വെള്ളം വാങ്ങാൻ തീരുമാനിച്ചാൽ വില കുറയുമോ? 5 ലക്ഷം രൂപ മൂന്നാം സമ്മാനം. എത്ര? 20. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമാണ് മിൽമ. മിൽമയിൽ പോലും 1 ലിറ്റർ വെള്ളത്തിന് വില 20 രൂപയാണ്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 18 രൂപ എന്നാണ്. അതായത് പുതിയ GST നിരക്ക് വന്നപ്പോൾ നിരക്ക് രേഖാമൂലം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ നൽകേണ്ടി വരുന്നത് പഴയ വില തന്നെയാണ്. 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ. 20 രൂപ വെള്ളം തരും. സർക്കാർ സ്ഥാപനമായ മിൽമ പോലും കുപ്പിവെള്ളത്തിലെ GSTയുടെ ആനുകൂല്യം നൽകുന്നില്ല. മറ്റു പല കച്ചവടക്കാരും ഇത് തന്നെ പിന്തുടരുന്നു. 9 രൂപ വാങ്ങേണ്ട 1/2 ലിറ്റർ കുപ്പിവെള്ളത്തിന് 10 രൂപ. GST നിരക്കുകൾ കുറച്ച ശേഷവും അതിന്റെ ഗുണഫലങ്ങൾ കിട്ടാത്ത വിഷയങ്ങളുണ്ട്. കച്ചവടക്കാർ ചൂഷണം ചെയ്യപ്പെടുന്ന വിഷയങ്ങളുമുണ്ട്. ഇതിൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ GST വിഭാഗമാണ്. ക്യാമറാമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.